വട്ടിപ്പലിശക്കാർ സംസ്ഥാനത്ത് വീണ്ടും വലവിരിക്കുന്നു. പലിശയ്ക്ക് നൽകിയ പണം തിരികെ നൽകുവാൻ കഴിയില്ല എങ്കിൽ തങ്ങൾക്കൊപ്പം കിടപ്പറ പങ്കിടുവാൻ പോലും ബ്ലേഡ് മാഫിയയുടെ ഭീഷണി. ഓപ്പറേഷൻ കുബേര ഉൾപ്പെടെ കഴുത്തറുപ്പന്മാരെ കെട്ടുകെട്ടിക്കാൻ UDFന്റെ ഭരണത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന കുബേരയ്ക്ക് ഇപ്പോൾ വേണ്ട വീര്യമില്ലാത്തതാണോ അതല്ല ആ നിയമം എടുത്തുപോയോ എന്നറിയില്ല. ഇതാണ് ബ്ലേഡ് മാഫിയയ്ക്ക് തണലേകുന്നതും. കൊള്ളപ്പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നവർ ഇടപാടുകാരെ വിവിധ തരത്തിൽ ചൂഷണം ചെയ്യുന്നതും വലിയ തരത്തിലുള്ള ഭീഷണി മുഴക്കുന്നതും ഇത് പുറം ലോകം അറിയാതിരിക്കുവാൻ വലിയൊരു കാരണമായി മാറുന്നു. ബ്ലേഡ് മാഫിയക്കെതിരെ നടപടി ശക്തമെന്ന് പോലീസ് മുമ്പാകെ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഇതൊന്നും കണ്ടില്ല. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി സംസ്ഥാനത്ത് പലയിടങ്ങളിലും പോലീസ് നടപടി ശക്തമാക്കിയപ്പോൾ നാടുവിട്ട വട്ടിപ്പലിശക്കാരെല്ലാം 10 മടങ്ങ് ശക്തിയിൽ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. നിയമ നടപടി അസ്തമിച്ചതോടെ കുബേരന്മാർ വീണ്ടും സജീവമായി തുടങ്ങി. ദിവസ തിരിച്ചടവ്, ആഴ്ച തിരിച്ചടവ്, മാസ തിരിച്ചടവ് തുടങ്ങി നിരവധി തന്ത്രങ്ങളിലൂടെയാണ് വട്ടിപ്പലിശക്കാരുടെ പണമിടപാടുകൾ. ഇരകളിൽ സ്ത്രീകളാണ് കൂടുതലും. ഭീഷണിപ്പെടുത്താൻ എളുപ്പവും ചൂഷണം ചെയ്യപ്പെടുവാൻ അധികം ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് സ്ത്രീകളുടെ പേരിൽ പണം നൽകുവാൻ ഇവർ തയ്യാറാകുന്നത്. 1 ലക്ഷം രൂപ എടുത്താൽ കിട്ടുന്നത് 80,000. 20,000 രൂപ ആദ്യമേ പലിശ ഇനത്തിൽ പിടിക്കും. തിരിച്ചു കൊടുക്കേണ്ടത് 1 ലക്ഷം രൂപയും. അതായത് 1 ലക്ഷം രൂപയ്ക്ക് 20,000 രൂപ പലിശ ഒരു മാസത്തിന്. ഇനി ഇത് 10,000 ആണ് എടുക്കുന്നതെങ്കിൽ മിനിമം 4,500 രൂപ എങ്കിലും മാസം പലിശ വേണം. അതായത് 10,000 രൂപ എടുത്ത ഒരാൾക്ക് 2 മാസം കൊണ്ട് മുതലിനേക്കാൾ പലിശയുടെ മൂല്യം എത്തും എന്നുള്ളത് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം. ഏറെ ഗതികേട് അനുഭവിക്കുന്ന ആളുകൾ 1-2 സ്ഥലത്ത് പണം കടത്തിന് പോയാൽ കിട്ടാതെയാകുമ്പോഴാണ് പിന്നെ ഒരു വഴിയുമില്ല എന്നുള്ള ചിന്തയിൽ വട്ടിപ്പലിശക്കാരുടെ അടുത്തേക്ക് പോകുന്നത്. ഉടൻ തന്നെ ചെക്കും വാങ്ങി വേണമെങ്കിൽ മുദ്രപത്രത്തിൽ ബ്ലാങ്കിൽ ഒപ്പുമിട്ട് കൊടുത്താൽ പണം റെഡി. പിന്നീട് ഈ മുദ്രപത്രത്തിൽ എന്ത് എഴുതി ചേർക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ബ്ലേഡ് മാഫിയയാണ്. ചെക്കിൽ തോന്നുന്ന രൂപത്തിൽ അവർ സംഖ്യ എഴുതി ചേർക്കുകയും ചെയ്യും. ആദ്യം പണം വാങ്ങുന്നവർ താൽക്കാലിക സമാധാനത്തിനു വേണ്ടി ഇതൊന്നും ചിന്തിക്കുകയില്ല. വാങ്ങി കുടുങ്ങിക്കഴിഞ്ഞാൽ ആണ് തങ്ങൾപ്പെട്ട കെണി എന്താണെന്ന് അവർ ചിന്തിക്കുക. അപ്പോഴേക്കും തല ഉരുവാൻ കഴിയാതെ കെണിയിൽ കുടുങ്ങി കഴിഞ്ഞിട്ടുമുണ്ടാകും. ഇത് പരാതിപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനും കഴിയില്ല. കാരണം ഇവർ പറയുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ളതാണ്. പോലീസിലടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഞങ്ങളുമായി വളരെ അടുത്ത ബന്ധമാണെന്നും ഞങ്ങളെ ബന്ധുക്കളാണെന്നും പോലും ഇവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നു. ഇതോടെ ഇരകൾ ശരിക്കും ഭയപ്പെടുകയാണ്. ഇതിന്റെ ശരിയായ രൂപം അറിവിൽപ്പെടാത്തത് കാരണം പോലീസിനും നടപടിയെടുക്കാൻ കഴിയുന്നില്ല. ഇത് ഇവർക്ക് മറ്റൊരു തണലായി മാറുന്നു. മാത്രവുമല്ല വലിയൊരു ഗുണ്ടാ ഗ്യാങ്ങും ഇവർക്കൊപ്പമുണ്ടെന്ന് ഇവർ പറയുന്നു. ഇതിനായി പലപ്പോഴും ഇവർ ചില പൊടിക്കൈകൾ ഇരകൾക്ക് മുന്നിൽ കാണിക്കുകയും ചെയ്യുന്നു. എന്തു തന്നെയായാലും സർക്കാരും അധികാരികളും ഇതിനു വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ വരും നാളുകളിൽ ബ്ലേഡ് മാഫിയയുടെ കെണിയിൽപ്പെട്ട് ഒട്ടേറെ ജീവനുകൾ പൊലിയുവാൻ സാധ്യതയുണ്ട്. നൗഷിയ മാലിക്, ന്യൂസ് 99.